എല്ലാ മാന്യപ്രേക്ഷകർക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വാഗതം. പ്രിയമുള്ളവരെ, വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത്. വിശ്വാസം ദൈവിക ദാനമാണെന്നും അതൊരു ഇൻഫ്യൂസ്ഡ് വെർച്യു ആണെന്നും അഥവാ നിവേശിത പുണ്യമാണെന്നും നാം കാണുകയുണ്ടായി. ദൈവനിവേശിതമായി നമുക്ക് ലഭിക്കുമെങ്കിലും അത് ദൈവം നമുക്ക് നൽകുന്നത് നമ്മുടെ കാര്യകാരണ ചിന്തയ്ക്ക് അനുസരിച്ചാണ്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഇസ്രായേൽ എന്ന വംശത്തിൻ്റെ തുടക്കം അബ്രാഹത്തിൽ നിന്നാണ്. അബ്രാഹത്തിൽ നിന്ന് ആ വംശം ആരംഭിക്കുന്നത് ഒരു വന്ധ്യ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചുകൊണ്ടാണ്. അത് ദൈവത്തിൻ്റെ അത്ഭുതകരമായൊരു ഇടപെടലാണ്. പിന്നീട് ഇങ്ങോട്ട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നാം വീണ്ടും എത്രയോ വന്ധ്യകൾ ആ കാലത്ത് ഗർഭം ധരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുപോലെ സ്നാവയോഹന്നാൻ്റെ ജനനവും അപ്രകാരമാണ്. ഇതിലൂടെ എല്ലാം എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇവിടെ എല്ലാം നാം കാണുന്നൊരു കാഴ്ച, ഒരു കന്യകയ്ക്ക് ദൈവം ഇടപെട്ടാൽ ഗർഭം ധരിക്കാമെന്ന് വിശ്വാസം ജനിക്കണമെങ്കിൽ അതിനോടടുത്ത് നിൽക്കുന്ന ചില ദൈവിക ഇടപെടലുകൾ ആ കന്യകയ്ക്ക് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ കന്യാമാതാവിൻ്റെ അടുത്ത് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. അപ്പോൾ ഒരടയാളം പറയുകയാണ്, നിൻ്റെ ചാർച്ചക്കാരിയായ എലീശുവ വന്ധ്യയായിരുന്നിട്ടും വാർദ്ധക്യത്തിൽ ഇതാ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു, അവൾക്ക് ഇത് 6-ാം മാസമാണ്. അങ്ങനെ നിരന്തരം വന്ധ്യകൾ വാർദ്ധക്യത്തിൽ ഗർഭം ധരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായതിന് കാരണം മനുഷ്യൻ്റെ കണക്കുകൂട്ടലനുസരിച്ച് ഇത് അസാധ്യമാണ്. വന്ധ്യയ്ക്ക് ഗർഭം ധരിക്കാൻ ദൈവം കഴിവ് കൊടുക്കുമെങ്കിൽ കന്യാത്വം നഷ്ടപ്പെടാതെ, പുരുഷ സ്പർശമേൽക്കാതെ ഒരു കന്യകയ്ക്ക് ഗർഭം ധരിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണത്. ദൂതൻ പറയുകയാണ്, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ അവളെ വിശ്വസിപ്പിക്കുകയാണ്. കാര്യകാരണ സഹിതം ചിന്തിക്കാനും അങ്ങനെ യുക്തിസഹമായ രീതിയിൽ വിശ്വസിക്കാനും അവൾക്ക് അവസരം കൊടുക്കുകയാണ്. മാത്രവുമല്ല, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന പ്രവചനമുണ്ട്. ആ പ്രവചനത്തിൻ്റെ നിറവേറലാണ് ഇത് എന്ന് വിശ്വസിക്കാനും എളുപ്പമാണ്. പിന്നീട് അങ്ങോട്ട് നാം കാണുന്നത്, യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു. അവൻ 30 സംവത്സരം ഒരു സാധാരണക്കാരനായി നസ്രത്തിൽ ജീവിച്ചു. അങ്ങനെ 30-ാം വയസ്സിൽ പരസ്യജീവിതത്തിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവനാണ് ക്രിസ്തു എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് ദൈവം വിശ്വസിപ്പിച്ചത്? അത് വിശ്വസിപ്പിച്ചത് പ്രവാചകന്മാരിലൂടെ അവനെക്കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങൾ നസ്രായനായ യേശുവിൻ്റെ ജീവിതത്തിൽ നിറവേറി എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നസ്രായനായ ഈശോ പറയുന്നത്, ഇതാ തിരുവെഴുത്തുകൾ എന്നിൽ നിറവേറിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്താൽ അയക്കപ്പെട്ടവൻ ഞാനാണ് ക്രിസ്തു എന്നവിടുന്ന് അവകാശപ്പെടുകയാണ്. വെറുതെ അല്ല, കാര്യകാരണ സഹിതമാണ്. കാര്യകാരണ സഹിതമേ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം, സ്നാവയോഹന്നാനോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, ഏതാണ്ട് ക്രിസ്തു വരാറായി എന്ന ചിന്തയിൽ നിന്നാണ് ആ ചോദ്യം. നീയാണോ ക്രിസ്തു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്നാവയോഹന്നാൻ പറയുന്നത്, ഞാനല്ല ക്രിസ്തു. അവൻ ജനമധ്യത്തിലുണ്ട്, ഞാൻ അവനെ ചൂണ്ടിക്കാണിച്ചു തരാം. മരുഭൂമിൻ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദമാണ് ഞാൻ. അവന് വഴിയൊരുക്കാൻ വന്നവനാണ് ഞാൻ. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലുള്ള യോഗ്യത എനിക്കില്ല. അവനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വളരെ വിശ്വാസയോഗ്യനായൊരു മനുഷ്യനെ കൊണ്ട് നസ്രായനായ യേശുവിനെ അവതരിപ്പിക്കുകയാണ്, ക്രിസ്തുവായിട്ട് അവതരിപ്പിക്കുകയാണ്. സ്നാവയോഹന്നാൻ തന്നെയാണോ ക്രിസ്തു എന്ന് സംശയിക്കുന്ന സാഹചര്യത്തിൽ ഞാനല്ല ക്രിസ്തു എന്ന് പറയുന്നത് വഴി
അവൻ തെളിയിക്കുകയാണ്, ഇല്ലാത്ത ഒന്ന് അവകാശപ്പെടുന്നവനല്ല ഞാൻ, കള്ളം പറയുന്നവനല്ല ഞാൻ, അസത്യം പറയുന്നവനല്ല ഞാൻ എന്ന് സ്നാപയോഹന്നാൻ തെളിയിക്കുകയാണ്. മാത്രമല്ല, സ്നാപയോഹന്നാൻ ഒരത്ഭുത ശിശുവാണ്. ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ട് ജനിച്ച ഒരു ശിശുവാണ്. അതുകൊണ്ട് ഈ കുഞ്ഞ് ആരായിത്തീരും എന്ന് അത്ഭുതം കൂറി ജനം നോക്കി നിൽക്കുകയാണ്. അവൻ മരുഭൂമിയിലേക്ക് പോകുന്നത്, ഒരു താമസനായി ജീവിക്കുന്നു. ലോകസുഖങ്ങളെല്ലാം വെടിഞ്ഞ് അവനൊരു ബ്രഹ്മചാരിയായി, ഒരു താപസനായി വനാന്തരങ്ങളിലും മരുഭൂമിയിലും ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും കള്ളം പറയേണ്ട ആവശ്യമില്ല. ആരാണ് കള്ളം പറയുന്നത്? തനിക്കുള്ളത് നഷ്ടപ്പെടാതിരിക്കാനും ഇല്ലാത്തത് നേടാനും വേണ്ടിയാണ് നുണ പറയുന്നത്. അതുകൊണ്ട് നുണ പറയേണ്ട യാതൊരു ആവശ്യമില്ലാത്ത സ്നാപയോഹന്നാനെ കൊണ്ട് ദൈവം പറയിപ്പിക്കുകയാണ്, ഇതാ ഇവനാണ് ക്രിസ്തു, ഇവനെ കാണിച്ചു തരാൻ വേണ്ടിയാണ് എന്നെ അയച്ചിരിക്കുന്നത്, ഇവന് വഴിയൊരുക്കാൻ വേണ്ടിയാണ് എന്നെ അയച്ചിരിക്കുന്നത്. യോർദാൻ നദിയിൽ സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് ജനം കണ്ടതാണ്. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശരീര ശബ്ദം കേട്ടതാണ്. അങ്ങനെയെല്ലാം വിശ്വസിപ്പിക്കുകയാണ്. ദൈവം ചുമ്മാ വിശ്വസിക്കാൻ ആവശ്യപ്പെടുകയല്ല. അന്ധവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, തെറ്റായ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അതിന് സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല. തെറ്റ് ചെയ്യുന്നവരെ ദൈവം ശിക്ഷിക്കും, ദൈവം കോപിക്കും, ദൈവത്തിൻ്റെ ക്രോധം ആഞ്ഞടിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല. മനുഷ്യരിലുള്ള ഭയം അത് വിശ്വസിക്കാൻ കാരണമാവും. വെറുതെ ഒരു കാക്കാലൻ കൈ നോക്കിയിട്ട് നിൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം ഈ കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും നീ ഒരു 50 വയസ്സിൽ കൂടുതൽ ജീവിക്കില്ല എന്നും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഒരു സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല. ഭയം മതി. അങ്ങനെ ഭയത്തിൽ നിന്ന് അന്ധവിശ്വാസം ഉണ്ടാകും. സത്യവിശ്വാസം എന്ന് പറയുന്നത് സാക്ഷ്യത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈശോയുടെ കുരിശുമരണം സത്യത്തിൻ്റെ സാക്ഷ്യമാണ്. ദൈവം ഒരാളെ കൈവിടുകയില്ല. കുരിശിത്തറച്ചിടുന്ന മഹാഭാവികളെപ്പോലും ദൈവം കൈവിടുകയില്ലെന്നും അവരെ ദൈവം പാപം ചെയ്യാത്തവരെ പോലെ പരിഗണിച്ച് കൂടെ നിൽക്കുമെന്നുള്ള വിശ്വാസത്തിന് ആധാരമായ സത്യമാണത്. ഇവർ ചെയ്തതെന്തെന്നറിയുന്നില്ല എന്ന നിലപാടാണ് ദൈവത്തിന് പാപിയുടെ നേർക്കുള്ളതെന്ന് വിശദമാക്കുന്ന ഒരു സത്യമാണത്, ഒരു സാക്ഷ്യമാണത്. അപ്പം അങ്ങനെ ദൈവം വെറുതെ ഒരു കാര്യം വിശ്വസിക്കാൻ നമ്മോട് പറയുന്നില്ല. നമ്മൾ കാണുന്നുണ്ട്, സാത്താൻ ബാധിച്ചവർ യേശുവിനോട് പറയുന്നുണ്ട്, നീ ആരാണെന്ന് എനിക്കറിയാം, നീ അത്യുന്നതൻ്റെ പുത്രനാണ്, നീ ക്രിസ്തുവാണെന്നൊക്കെ പറയുമ്പോൾ സാത്താനോട് ഈശോ എന്താ പറയുന്നത്? സാത്താനോട് പറയുന്നത് നീ മിണ്ടിപ്പോകരുതെന്നാണ്, നീ എന്നെ വെളിപ്പെടുത്തി പോകരുത് എന്നാണ് പറയുന്നത്. അവൻ സത്യമല്ലേ പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ടാണ് അവനെ വിലക്കുന്നത്? ഇതിന് കാരണം ഇതാണ്. സാത്താനെക്കുറിച്ച് ഈശോ പറഞ്ഞു, അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. അവനൊരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കള്ളം പറയുന്നവൻ ഇടയ്ക്കൊരു സത്യം പറഞ്ഞാൽ അത് സത്യമായിട്ട് ആരും കൂട്ടുകയില്ല, അതും കള്ളമാണെന്നേ വിചാരിക്കൂ. കാരണം അവന് വിശ്വാസ്യതയില്ല. അതുകൊണ്ട് സാത്താൻ യേശുവിനെക്കുറിച്ചുള്ള സത്യം പറഞ്ഞാൽ അത് വിശ്വാസ്യതയില്ലാത്ത അസത്യം പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നീ മിണ്ടിപ്പോരുതെന്ന്. ഇത് തന്നെ നമ്മളെക്കുറിച്ചും ചിന്തിക്കാവുന്നതാണ്. ഒരിക്കലെങ്കിലും ഒരു വ്യക്തി അസത്യം പറഞ്ഞാൽ ആ വ്യക്തിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടും. പിന്നീട് സത്യം പറഞ്ഞാൽ പോലും അവൻ അസത്യം പറയുന്നവനായതുകൊണ്ട് ഞാൻ പറഞ്ഞ സത്യമാണോ അല്ലയോ എന്ന് സംശയിക്കും. അതുകൊണ്ട് ആധികാരികത നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അതെ എന്നുള്ളിടത്ത് അതെ എന്നും അല്ല എന്നുള്ളിടത്ത് അല്ല എന്നും പറയേണ്ടിയിരിക്കുന്നു. ഈശോ പ്രവർത്തിച്ച ഓരോ അത്ഭുതവും അടയാളങ്ങളാണ്. എന്തിൻ്റെ അടയാളം?
ദൈവം അയക്കുമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ് താൻ എന്നുള്ളതിൻ്റെ അടയാളമാണ്. അത് കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത് മുതൽ മരിച്ച ലാസറിനെ 4 ദിവസങ്ങൾക്ക് ശേഷം ഉയർപ്പിച്ചതുവരെ സുവിശേഷങ്ങളിൽ നിറഞ്ഞു കിടക്കുന്നു. ഇതെല്ലാം പ്രവാചകന്മാരിലൂടെ മുൻകൂട്ടി പറയപ്പെട്ടതാണ്. ആ പറയപ്പെട്ട അടയാളങ്ങളെല്ലാം അവനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ്. അതൊക്കെ നസ്രായനായ യേശു എന്ന ചരിത്ര പുരുഷനിൽ നിറവേറിയതുകൊണ്ട് യേശു ക്രിസ്തുവാണ്, ദൈവം അയച്ചവനാണ്. ആ ദൈവം അയച്ച ക്രിസ്തു പറയുകയാണ്, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് മാത്രമല്ല, ഞാൻ ദൈവത്തിന് സമനാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്ന ആ ദൈവത്തെയാണ് ഞാൻ പിതാവെന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? എന്നെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു എന്ന് തന്നെയാണ്. എൻ്റെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്, എൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളാണ്. എന്നെ സ്വീകരിക്കുന്നവർ ദൈവത്തെയാണ് സ്വീകരിക്കുന്നത്, എന്നെ തിരസ്കരിക്കുന്നവർ ദൈവത്തെയാണ് തിരസ്കരിക്കുന്നത്. ഞാനും ദൈവവും ഒന്നാണ്. ഇത്ര മനോഹരമായിട്ടാണ് അവിടുന്ന് തൻ്റെ ദൈവത്തെ സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു കാണപ്പെട്ട ദൈവമാണ്, ദൈവത്തിൻ്റെ കാണപ്പെട്ട രൂപമാണ്, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ, ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവർ ചരിത്ര പുരുഷനായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞാൽ മതി. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർ, യേശു ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിച്ച് സ്വീകരിക്കാത്തവർ ദൈവത്തെ വിശ്വസിക്കുന്നവരോ ദൈവത്തെ സ്വീകരിക്കുന്നവരോ അല്ല. അവരേതോ ദൈവസങ്കല്പത്തിൽ വിശ്വസിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ അനന്യത, അവിടുത്തെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവാണ് ദൈവം, രക്ഷിക്കുന്ന ദൈവം എന്ന് അംഗീകരിച്ച് നമുക്ക് ഏറ്റുപറയാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.